പ്രേക്ഷകർക്കൊക്കെ അല്ലെങ്കിൽ മലയാളികൾക്കാകെ അറിയുന്ന ഒരു സെലിബ്രിറ്റി തന്നെയാണ് വേണമെങ്കിൽ പറയാം അല്ലേ. ഉണ്ണിക്കണ്ണൻ മംഗലഡാം അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. എന്താണ് ഇപ്പോൾ ഈ നടത്തത്തിന് ഉദ്ദേശം? ഇപ്പം എന്താ? കാശുള്ളവർക്ക് നടക്കില്ല. എന്നെ പോലെ ഒരാൾക്ക് വിജയ് സാറിന്റെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹമാണ്. ഞാൻ ആരോ ഏട്ടാ സത്യത്ത് ഏട്ടാ ഉണ്ണിക്കണ്ണൻ എന്തൊക്കെയാണ് എന്ന് ഞാൻ അന്ന് വിചാരിച്ചു. ഇലക്ഷന് നിന്നുകൊണ്ട് അങ്ങനെ ചെയ്യണം. ഇനിയിപ്പോൾ ഏപ്രിലാകുമ്പോഴേക്കും ഷൂട്ടിങ് കഴിയും. ഇനി ഞാനിവിടെ ഇരുന്നിട്ട് ഞാൻ ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല. വിജയേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ വേറെ ആരും എന്നെ സഹായിക്കാനില്ല. എങ്ങനെയെങ്കിലും ഒന്ന് വിജയേട്ടൻ്റെ കൂടെ നിൽക്കുക. കാശോ പണമോ വൈറലാകാൻ വേണ്ടിയിട്ടല്ല, വിജയ് സാറിൻ്റെ കൂടെ ഒന്ന് അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. പണം എനിക്കൊരു പ്രശ്നമല്ല. ഞാനങ്ങനെ വേറൊരു വഴിയില്ല. അതാ ഞാൻ ഇവിടെ നിന്ന് ചെന്നൈ വരെ നടക്കാൻ വിചാരിക്കുന്നത്. ചെന്നൈ വരെ? പാലക്കാട് നിന്ന് ചെന്നൈ വരെ നടക്കാൻ? ഈ വെയിലത്തൊക്കെ എങ്ങനെ നടന്ന് അവിടെ എത്തുമോ? ചെന്നൈ എത്തണ്ടേ? വേറെ വഴിയില്ല. ആരും ചെയ്യാത്തൊരു വഴി കൂടെ പോയിട്ട് ഇങ്ങനെ എനിക്ക് അറിയുള്ളൂ. ഒരുപാട് ഇടവഴികളുള്ള നാട്ടിൽ ആർക്കായാലും വഴിതെറ്റുക. ആരും എന്നെ സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ ഈ യാത്ര ഇപ്പൊ എത്ര ദിവസം ഉണ്ടാവും? അങ്ങനെ എന്തെങ്കിലും ഉണ്ണിക്കണ്ണൻ തീരുമാനിച്ചില്ല? വിജയേണ്ണൻ എന്നെ നിർത്താൻ പറയുന്ന അതുവരെ ഞാൻ യാത്ര തുടങ്ങും. അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. ആദ്യം ഫെമിനാഷം, ഇപ്പൊ നാടകം. ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന്. ഞങ്ങളും ചോദിച്ചു. ആരെന്ത് പറഞ്ഞാലും മിണ്ടരുത്. വിജയണ്ണൻ പറഞ്ഞ പോലെ ഉസ്പേത്തിനവർക്ക് തുമ്മണ്ണും കടുപ്പേത്തിനവർക്ക് അമ്മനവർക്ക് വഴക്ക് ചെമ്മെന്ന് പുക പറയുന്ന പോലെ ആരെന്ത് പറഞ്ഞാലും സൈലന്റ് ആയിട്ട് നമ്മുടെ വഴി പോയാൽ ഈ പറയുന്നവര് നമ്മുടെ അടുത്തേക്ക് വരും. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ. താങ്ക്സ് അടിച്ചു പൊളിക്കടാ.